നമ്മുടെ ഫിസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് പല ആംഗിളിലും പലരും ചെയ്യും. അപ്പോൾ പൊതുവേ ബോക്സിങ് MMA ഇങ്ങനെയാണ് വെക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഫിസ്റ്റ്. പഴയ കളരി കരാട്ടക്കാരൊക്കെ ഇങ്ങനെയാണ് വെക്കുന്നത്. ഇത് വെർട്ടിക്കൽ ഫിസ്റ്റ്. പിന്നെ രണ്ടാമത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡയഗണൽ ഫിസ്റ്റ്. ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്ക് രണ്ട് കൈക്കും ആപ്ലിക്കബിൾ. ഞാനിപ്പോൾ ഒറ്റ കൈയെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ പണ്ട് പോലെ നമ്മൾ പുഷപ്പ് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത്, ഇങ്ങനെ എടുക്കത്തില്ല. ഇങ്ങനെ എടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് മടങ്ങും. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് പഞ്ച് പൊതുവേ സ്ട്രീറ്റ് ഫൈറ്റിൽ ഗ്ലൗസ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ചെയ്യുമ്പം ആൾക്കാരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങനെ ഡയഗണൽ ഫിസ്റ്റിനാണ് അടിച്ചുകൊണ്ടിരുന്നത്. കാരണം ഈ രണ്ട് സാധനം കൊള്ളുമെന്ന് ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് കൂടിയ ഒരാളെ നമുക്കിങ്ങനെ അടിക്കാം. സെയിം ഹൈറ്റ് താഴെ ഏത് ഹൈറ്റിൽ വേണമെങ്കിലും നമുക്ക് അടിക്കാം. ഇപ്പോൾ ഈ ഹൊറിസോണ്ടൽ ഫിസ്റ്റ് നമ്മൾ ഹൈറ്റ് കൂടി അടിക്കുമ്പോൾ അടിക്കാൻ സാധ്യതയുള്ളത് ഇവിടാണ്. അപ്പോൾ നമ്മുടെ ഹാൻഡിന് ഡാമേജ് വരും. ഇതാണ് സ്ട്രെയിറ്റ് പഞ്ചിൻ്റെ ആംഗിൾ പൊതുവേ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഹുക്ക് വരുമ്പം രണ്ട് രീതിയിലുള്ള ഹുക്കുണ്ട്. ഹൊറിസോണ്ടൽ ഹുക്കുണ്ട്, വെർട്ടിക്കൽ ഹുക്കുണ്ട്. അപ്പം കുറച്ച് ക്ലോസ് ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഈ വെർട്ടിക്കൽ ഫിസ്റ്റ് ഹുക്കാണ്. കാരണം ബൈസെപ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ അടിക്കുമ്പോഴത്തേക്കും നല്ല സോളിഡ് സ്ട്രക്ചറാണ്. പക്ഷേ ദൂരം കൂടിയ ഒരാളെ അടിക്കാൻ പോകുമ്പോൾ നമ്മൾ ഈ ടിപ്പയിലാണ് കൊള്ളുന്നത്. അപ്പോൾ വീണ്ടും ഹാൻഡ് ഡാമേജ് വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുന്നതിന് പകരം ഈ ആംഗിൾ വരിക. ഇതാണ് പൊതുവെ ഫിസ്റ്റ് പൊസിഷനിങ് ഫോർ ബെറ്റർ ഫൈറ്റിംഗ്.